ഭീമമായ ഒരു തുകയാണ് നമുക്ക് ഇതിന് ആവശ്യമായി വരുന്നത്. നമ്മൾ ടാർഗറ്റ് ചെയ്തത് 60 ലക്ഷം രൂപയാണ്. നമ്മുടെ ഈ കമ്മിറ്റി രൂപീകരണത്തിൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ സുഹൃത്തുക്കളും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരു നല്ല പിന്തുണ ആ സമയത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു 10 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്കന്ന് ഓഫർ വരികയും അതിന്റെ തുടർ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇന്നലെ ഈ സമയം വരെ അതിനെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. നാട്ടിലെ വിവിധ തലത്തിലുള്ള എല്ലാ മനുഷ്യ സ്നേഹികളും ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായും മതത്തിനും അതീതമായും നമ്മൾ ഈ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചതാണ്. അകമഴിഞ്ഞ പിന്തുണ എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒന്നുകൂടി വിപുലമായി ഈ സംവിധാനം, ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും നമുക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുമാണ് ഇന്ന് വിപുലമായ ഇത്തരത്തിലുള്ള ഒരു സാഹസംഘം ഓഫീസ് ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങും സംഘടിപ്പിച്ചത്. ഈ നമ്മുടെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ സാഹസംഘം ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉള്ള പരിപാടിയാണ് നമ്മളിവിടെ നടക്കുന്നത്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ഫസീല, അതുപോലെ തിരുവൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജാഫർ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ചടങ്ങ്, ഈ നമ്മുടെ പരിപാടി ഈ പേഷ്യന്റിന്റെ ചികിത്സാർത്ഥം നമ്മൾ കമ്മിറ്റി ഉപയോഗിക്കുകയും ഇതിന്റെ പിരിവ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറ്റുള്ള ഒരു പ്രവർത്തനവും ഇതിന്റെ ലക്ഷ്യങ്ങളും മറ്റും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയായ ശ്രീ ലത്തീഫ് മാഷെ ക്ഷണിച്ചു. പ്രശസ്ത ഫ്രഞ്ച് ഫിലോസഫറും ഡ്രമാറ്റിസ്റ്റുമായിരുന്ന ഐനോ പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഐഡിയോളജീസ്, ഡ്രീംസ് ആൻഡ് പെയിൻ യുണൈറ്റ് അസ്. ആശയങ്ങളും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നമ്മളെ ഇങ്ങനെ വേർതിരിച്ച് നിൽക്കുമ്പോൾ മനുഷ്യരുടെ സ്വപ്നങ്ങളും വേദനകളും അങ്ങനെ ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. പ്രിയേഷൻ്റെ കാര്യത്തിൽ ഈ കോരിച്ചൊരിയുന്ന മഴ വകവെക്കാതെ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അപ്പുറം പ്രിയപ്പെട്ട പ്രിയേഷൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്ന വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ്. എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരോടല്ല. ഈ ശബ്ദം കേൾക്കുന്ന ലോകത്തിൻ്റെ എമ്പാടുമുള്ള മലയാളികൾ, ഇത് കേൾക്കുന്നവരൊക്കെയും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നാടിന് പറയാനുള്ള ഒരു സങ്കട കഥ പറയാനാണ്. വെറും 41 വയസ്സ് മാത്രം പ്രായമുള്ള ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ ഇന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ RCCയിൽ രോഗത്തോട് പൊരുതുകയാണ്. 2.5 വയസ്സുള്ളൊരു മോളുണ്ട് പ്രിയേഷിന് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ആ പെൺകുട്ടി. ഞങ്ങളെ ഈ സങ്കടം പറയാൻ ഒരു സെലിബ്രിറ്റിയെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഒരു ഇടയാളന്മാരുമില്ലാതെ നേരിട്ട് ഒരു മലയാളിക്ക് മറ്റൊരു മലയാളിയെ മനസ്സിലാക്കാൻ അങ്ങനെ വേറെ ആരും വേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ സത്യസന്ധമായി നിങ്ങളുടെ സങ്കടം നിങ്ങൾ പറയണം. ഇവിടെ എത്തിയിരിക്കുന്ന സിനി ആർട്ടിസ്റ്റ് ഞങ്ങളങ്ങനെ ഒരു ഗസ്റ്റായിട്ട് വന്നയാളല്ല, ഈ പുത്തൂർമഠത്തിലുള്ള ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ നിങ്ങളുടെ സങ്കടം ലോകത്തോട് വിളിച്ചു പറയുക. ലോകത്തെവിടെയുമുള്ള മലയാളികൾ, നിങ്ങൾ ശബ്ദം കേൾക്കുന്നവർ, പ്രിയപ്പെട്ട പ്രിയേഷിൻ്റെ ജീവൻ രക്ഷിക്കാൻ ദൈവാധീനമുണ്ടെങ്കിൽ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് നടന്നാൽ മാത്രമേ പ്രിയേഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. 65 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയേഷിന് നാടിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻതിറങ്ങുന്ന ചുറുചുറുക്കുള്ള പൊതുപ്രവർത്തകനായ ആരോഗ്യമുള്ള പ്രിയേഷിനെ അതുപോലെ തന്നെ തിരിച്ചു കിട്ടാൻ 65 ലക്ഷം രൂപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ കൊച്ചു ഗ്രാമത്തിന് അത്രയും വലിയൊരു തുക സമാഹരിക്കുക എന്നുള്ളത് സാധ്യമല്ല. കൂലിപ്പണിക്കാരായ പ്രിയേഷിൻ്റെ കുടുംബത്തിനും സാധ്യമല്ല. ഞങ്ങളുടെ പ്രതീക്ഷ ഈ ശബ്ദം കേൾക്കുന്ന, ഞങ്ങളെ ശ്രമിക്കുന്ന ലോകത്തെമ്പാടുമുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരന്മാരാണ്. നിങ്ങളെ ആകുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് RCCയിൽ നിന്നും വെല്ലൂരിലെ CMCയിലേക്ക് പ്രിയേഷിനെ കൊണ്ടുപോയി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത് ആ അസുഖം പൂർണ്ണമായും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പ്രിയപ്പെട്ട മലയാളികളുടെ, നാട്ടുകാരുടെ, സഹോദരന്മാരുടെ സഹായം ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു കൊച്ചു ഗ്രാമമാണ്.
വലിയ ഔപചാരികളൊന്നും ഇല്ലാതെ സത്യസന്ധമായി ഇവിടെ ഇരിക്കുന്നത് മുഴുവനും ഞങ്ങളുടെ ജനപ്രതിനിധികൾ. പെരുവരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് CK ഫസീലയുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നാടിൻ്റെ കോഴിക്കോടിൻ്റെ അഭിമാനമായ കലാകാരൻ ദേവരാജൻ സാറുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉമ്മർ മാസ്റ്ററുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് CP കൃഷ്ണനുണ്ട്. മെമ്പർമാരായ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരായ അഷ്റഫ്, ലത്തീഫ് തുടങ്ങി ജനപ്രതിനിധികളും നാട്ടുകാരുമായ ഞങ്ങൾ തുറന്നു നിങ്ങളോട് പറയാം, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ കൈവിടരുത്. 2.5 വയസ്സുള്ള പൊന്നുമോൾക്ക് ആ കുട്ടിയുടെ അച്ഛനെ തിരിച്ചു കിട്ടണം. അതിന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. 65 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ കയ്യെത്തിപ്പിടിക്കാവുന്ന ഒരു തുകയല്ല. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവർ ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങളെ സഹായിക്കണം, പ്രിയേഷിനെ സഹായിക്കണം. ആ നല്ലൊരു ചെറുപ്പക്കാരനല്ല. കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ, ഒരുപാട് പ്രതിസന്ധികളിൽ സഹോദരങ്ങളെ, സഹജീവികളെ ചേർത്ത് പിടിച്ച പാരമ്പര്യമുള്ള, സംസ്കാരമുള്ള മലയാളി സുഹൃത്തുക്കളോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളാൽ ആവുന്ന വിധം നിങ്ങളെ സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഇതിൻ്റെ മുന്നേ നമുക്കിവിടെ ഒരു ചികിത്സാ കമ്മിറ്റി ഉണ്ടായി, നടപ്പിൽ വരുത്തി. നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുടുംബത്തിനെ നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് വേണ്ടത് നമ്മൾ 65 ലക്ഷം രൂപയാണെങ്കിലും നമ്മൾ ഉള്ളുകൊണ്ട് പൊരുതി മുന്നോട്ട് പോയാൽ നമുക്ക് കിട്ടാത്ത ഒരു കാര്യവുമില്ല. നമ്മളത് തെളിയിച്ച ആളുകളാണ് എൻ്റെ നാട്ടുകാർ. അസീസ് കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ വേണം എന്ന് പറഞ്ഞ് നമ്മൾ പിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് അത് തുടക്കത്തിൽ തന്നെ നമുക്ക് ആ എമൗണ്ട്, ആ തുക നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ഒരു തുകയൊന്നും വലിയൊരു പ്രശ്നമല്ല. നമ്മൾ പ്രവർത്തിക്കണം, കൂടെ നമ്മുടെ പ്രാർത്ഥനയും ഉണ്ടാകണം. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്കൊരു 5 പൈസ കൊടുക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ പോലും നമ്മുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ പ്രാർത്ഥനയിൽ ആ കുടുംബത്തിൻ്റെയും കൂടെ നിങ്ങളുടെ ഓരോരോ ആളുകളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, അവിടെ ഒട്ടനവധി അന്ന് കമ്മിറ്റി രൂപീകരണം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരാൾ പോലും റെസ്റ്റ് എടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ക്രിയേഷന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പല ഭാഗങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ ഒക്കെ ഉണ്ടാവും ഈ ഒരു കമ്മിറ്റി, ചികിത്സാ കമ്മിറ്റിക്കാരും ബക്കറ്റുമായിട്ട് നിൽക്കുന്ന കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സുരുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഈ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞ് ഇവനെ അത് ശരീരത്തിലേക്ക് എത്തിച്ച് അതിന് എത്ര വിലപ്പെട്ട മരുന്നുകളാണെങ്കിലും ആ മരുന്ന് അവൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ ആദ്യം നമുക്ക് കൊടുക്കണം. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയാണ്. ആ ഒരു പ്രാർത്ഥനയും കൂടെ നമ്മളിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിയേഷിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരു നാട്ടുകാർ മുഴുവൻ ഒരു മനുഷ്യന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ദിവസേന 100 കണക്കിന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഒരു കുഞ്ഞിമോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സ്റ്റാറ്റസ് 160 കോടി രൂപയോളം നമ്മുടെ മനസ്സുകളായ ആളുകളുടെ സംഭാവനയിലൂടെ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ചെടുക്കാൻ കഴിവ് കാണിച്ചിട്ടുള്ള കനിവ് കാണിച്ചിട്ടുള്ളവരാണ് മലയാളികൾ എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു നാട്ടുകാർ മൊത്തം ഒന്നിച്ചു നിന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ആ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിയുകയും റെസ്റ്റ് എടുക്കുകയും അതിനുശേഷം ഇപ്പോൾ വളരെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്കൊരു അസുഖം വരാതിരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് 10 കോടി റുപ്യ ലോട്ടറി ഒന്നാം സമ്മാനം അടിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു പനി പോലും, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട അസുഖങ്ങളിലൊന്നായി പനി പോലും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു കാര്യം, നമ്മൾ കുറേ പലപ്പോഴും ഇങ്ങനെയുള്ള ചികിത്സാ സഹായ കമ്മിറ്റികളാണെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുന്നുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് തുടക്കത്തിൽ വളരെയധികം ആവേശമാവുകയും പിന്നീട് അതിൻ്റെ ഒരു സ്പീഡ് കുറഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥകൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. അത് ഇങ്ങനെയുള്ള ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള പരിചയം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ നാട്
എല്ലാവരും ഇപ്പോൾ ഇത്രയധികം ആളുകൾ ഞാനിവിടെ വന്ന സമയത്ത് രാകേഷിൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ വന്നപ്പം തന്നെ കറക്റ്റായിട്ട് ഇവിടെ ഇത്രയധികം ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചിട്ട്, ഞാൻ പറഞ്ഞത് ഇത്രയധികം ആളുകൾ ഇപ്പോൾ ഇവിടെ ഈ മഴയത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആവാം ചായ എന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഒരാൾക്ക് ചിലപ്പോൾ വളരെ പെട്ടെന്നൊരു വലിയ പൈസയൊന്നും ആയിരിക്കില്ല എടുത്ത് സഹായിക്കാൻ പറ്റുക. അപ്പം എനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുക. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ പ്രതിഭയുടെ പരിപാടിക്ക് നമ്മൾ ചെയ്തതുപോലെയുള്ള ഒരു സംഗതി തന്നെ. അത് നമ്മൾ ചെയ്തത് കോഴിക്കോട് ബീച്ചിൽ സർക്കാരിൻ്റെ ഒരു മേളയിൽ കുറേ ദിവസത്തെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അതിലൊരു ദിവസത്തെ പരിപാടി നമ്മൾ ഏറ്റെടുക്കുകയും അതിനകത്ത് നമ്മൾ കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തു. 3 ലക്ഷം രൂപയെന്ന് നമുക്കതിന് പ്രതിഫലം കിട്ടിയത്. ആ പ്രതിഫലത്തിൽ നിന്ന് ചെലവ് കഴിച്ച് 2.5 ലക്ഷം രൂപ ഒരൊറ്റ രാത്രി കൊണ്ട് ഞങ്ങൾക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിലേക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് 2 മാസത്തോളം ഇനിയും അദ്ദേഹത്തിൻ്റെ സർജറിക്കുണ്ട് എന്നുള്ളതാണ്. അതിനിടയിൽ നമുക്ക് മുന്നിൽ വരുന്ന വലിയൊരു അവസരമാണ് ഓണം. ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നമ്മളാൽ പറഞ്ഞാൽ കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ വരുന്നതുമായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂടി ആലോചിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്താം. ഒരു ചെറിയൊരു പ്രോഗ്രാം അവരുടെ കുടുംബത്തിൻ്റെ കൂടി അനുവാദത്തോടു കൂടി ഒരു പ്രോഗ്രാം അത് നടത്തി അതിൽ നിന്ന് ഒരു തുക ശേഖരിച്ച് ഇവിടുത്തെ കമ്മിറ്റിയെ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ പോസിബിൾ ആവുന്ന ഒരു കാര്യം. അത് ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വാക്കാൽ പറഞ്ഞുകൊണ്ട് അതിന് നിങ്ങളുടെ കമ്മിറ്റിയുമായുള്ള ഈ ഒരു പ്രവർത്തനത്തിന് എന്താണോ നമ്മളെ ഭാഗത്തുനിന്ന് വേണ്ടുന്ന സഹായം എന്നുള്ളതിനെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളാവുന്ന രീതിയിൽ കൂടെ നിൽക്കും. കാരണം നമുക്കറിയാമല്ലോ, നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആവശ്യമായ എല്ലാവിധ പിന്തുണയും സമൂഹം നൽകുമെന്ന് നമുക്കറിയാം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സത്യസന്ധമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികളെ സഹായിക്കുന്നതിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമൊക്കെ ഒരുപാട് മനസ്സാക്ഷികളുള്ള ആളുകളെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ തയ്യാറുണ്ട്. അവരിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കർത്തവ്യം. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ കമ്മിറ്റിക്ക് കഴിയും എന്നുള്ള വലിയൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കൂടുതലിൻ്റെ ആവശ്യകത നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പ്രിയ സഹോദരൻ മഠത്തിൽ പ്രിയാഷിൻ്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ്. നാം എല്ലാവരും ഒത്തുകൂടിയാൽ നമുക്ക് ഇത് പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ എന്ന് നാം മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരൻ അസീസ് എന്നവരുടെ ഒരു ചികിത്സാ ഫണ്ടുമായി നമ്മൾ മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന് വേണ്ട സഹായങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവരും നാം മറ്റു നാടുകളിൽ പോയി അതിനു വേണ്ട സഹായങ്ങൾ മറ്റുള്ളവരോട് അഭ്യർത്ഥിച്ചും നാം വിജയിപ്പിച്ചവരാണ്. ആ ഒരു വഴി അല്ലെങ്കിൽ ആ ഒരു മാർഗം നമ്മുടെ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ നാം എല്ലാവരും ഈ ഒരു സഹായ അഭ്യർത്ഥനയുമായി മറ്റുള്ളവരുടെ മുന്നിൽ പോയി നാം ഈ സംഗതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിലയ്ക്ക് നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്തുങ്ങാണ്ട് 60 ലക്ഷമുള്ളത് 65 ലക്ഷം ആക്കണമെന്ന രൂപത്തിൽ തന്നെ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകണം. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വാർഡ് മെമ്പർ നിലയ്ക്കും അല്ലാതെയും എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുന്ന മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ ഇവിടെ പ്രിയേഷിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒത്തുകൂടലിൻ്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഇതും വിജയിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നമ്മൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു മനസ്സായി കൊണ്ട് പ്രവർത്തിച്ചാൽ, ഒരു ശരീരമായി കൊണ്ട് പ്രവർത്തിച്ചാൽ, ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ വിജയിക്കാത്തതായിട്ട് നമ്മുടെ നാട്ടിൽ ഒന്നുമില്ല. ആകെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്നാണ് മഹൽ വചനം. തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെ ഓരോ ആളുകളും സ്വയം പര്യാപ്തരായിട്ടുള്ള ആരുമില്ല. നമുക്കൊക്കെ മറ്റുള്ളവരുടെ ആശ്രയം എല്ലാവർക്കും വേണ്ടി വരും. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതര സഹജീവിയെ സ്നേഹിക്കാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ആർക്ക് എപ്പോൾ എങ്ങനെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലെ ഒരു അംഗത്തിനാണ് ഈ അവസ്ഥ വന്നുപെട്ടത്. എൻ്റെ സഹോദരനാണ്, എൻ്റെ മകനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ കൊച്ചനീജനാണ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ട് ഈ
ആവശ്യമായ 60 ലക്ഷം രൂപ സ്വരൂപിക്കാൻ നമ്മൾ ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ സാധിക്കും. അതിന് സാധിക്കട്ടെ. നമ്മുടെ വെറും ഒരു ഓഫീസല്ല. ഇന്നത്തെ ഓഫീസ് ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെയുള്ള ഒരു സാധാരണ ഒരു ഓഫീസ് ഉദ്ഘാടനമല്ല. നമുക്കറിയാം, ഒരു നാടിൻ്റെ പ്രതീക്ഷയാണ്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് 60 ലക്ഷം എന്ന് പറഞ്ഞാൽ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. നമുക്കെല്ലാവർക്കും പറയാം, ഇതിൻ്റെ മുന്നേ ഉള്ള ചികിത്സാ സഹായ ഫണ്ടുകളൊക്കെ നമ്മൾ ആ കൃത്യസമയത്ത് തന്നെ നിർവഹിച്ച് അത് ആ കുടുംബത്തിനെ ഏൽപ്പിക്കാനും ചികിത്സക്കും ഒക്കെ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പ്രസിഡന്റിനോട് ഈ കാര്യം പറഞ്ഞ സമയത്ത് പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞു, ഇന്നാണ് നമ്മൾ പ്രിയേഷിൻ്റെ ഓഫീസ് ഉദ്ഘാടനം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റിനോട് ചോദിച്ചോ, അതെങ്ങനെയാണ് അത് അവിടെ വ്ളോഗർമാരൊന്നുമില്ല, നിങ്ങൾ നാട്ടുകാർക്ക് സ്വന്തം അങ്ങനെ 60 ലക്ഷമൊക്കെ പിരിച്ചെടുക്കാൻ കഴിയുമെന്ന്. ഞാൻ പറഞ്ഞു, അത് കാലത്തുകാർ അതിൻ്റെ മുന്നേ 2-3 പ്രാവശ്യം നമ്മൾ തെളിയിച്ചതാണ്. ഈ കമ്മിറ്റി ഇപ്പോൾ ഈ 60 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഈ കമ്മിറ്റി ഈ ബ്ലോഗർമാരെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാത്തതിൻ്റെ ഏക കാരണം ഈ മുന്നിലിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുമാണ്. നമ്മുടെ നാട്ടുകാരിലുള്ള ഒരു വിശ്വാസമാണ്, നമ്മുടെ നാട്ടുകാരിലുള്ള നമ്മുടെ നേതാക്കന്മാർക്കുള്ള നമ്മുടെ പൊതുപ്രവർത്തകർക്കുള്ള ഒരു വിശ്വാസമാണ്. ഏതായാലും ഈ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ കൃത്യസമയത്ത് നടത്താൻ നമുക്ക് സാധിക്കട്ടെ. ഇതുപോലത്തെ രോഗങ്ങൾ ആർക്കും ദൈവം തരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എന്നാലും ഞങ്ങളുടെ കൃഷ്ണേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അമ്മാവൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് നമ്മൾക്ക് ഇവിടെ വന്നേരെ കിട്ടിയ പണം, നമ്മുടെ ഈ ചടങ്ങ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഏൽപ്പിച്ച പണം 91,500 അപ്പോൾ കുറച്ചുകൂടിയും സുഹൃത്തുക്കൾ പണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചടങ്ങ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഏൽപ്പിക്കാം. കുടുംബശ്രീയായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലാതെ വന്നതുണ്ട്. കൂടി നമുക്ക് വിപുലീകൃതമായ രീതിയിലേക്ക് ഇന്ന് മുതൽ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് വരും. അതോടൊപ്പം നമ്മുടെ സഹോദരിമാർ 2 ദിവസം അവർ നമ്മുടെ പാലത്തിനടുത്തും ബീച്ചിലും ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ട്. ആ കളക്ഷൻ രണ്ടും കൂടി 1 ലക്ഷത്തിൻ്റെ അടുത്തുണ്ട്. നല്ലൊരു കളക്ഷനാണ് നമ്മുടെ ഊർക്കടവ് നിന്ന് കിട്ടിയത്. അതോടൊപ്പം തന്നെ ബീച്ചിലും പോയി 95,000 രൂപയുടെ അടുത്ത് അല്ലേ നമുക്ക് ആ പണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ വേറെ വരും. അപ്പം നമ്മൾ ഓരോന്നും മാറ്റി എഴുതി വെച്ചതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്കൊരു 16 ലക്ഷം രൂപ നമ്മളിത് ഇവിടെ ഈ സമയം നമ്മളിവിടെ ഈ നിങ്ങളെ മുന്നിൽ വെക്കുക. അതുപോലെ മുഴുവൻ നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.